സുഹൃത്തുക്കളെ, അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം SFI ഗവർണർ പോരിലേക്ക് നമ്മുടെ സംസ്ഥാനം വീണ്ടും കടന്നിരിക്കുന്നു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചതാണ് ഭാരതാംബ വിവാദം. അത് CPI ആണ് ഉയർത്തിക്കൊണ്ടുവന്നതെങ്കിൽ മന്ത്രി പ്രസാദ് ആയിരുന്നു അതിൻ്റെ കുന്തമുന ഗവർണർക്കെതിരെ നിന്നതെങ്കിൽ CPI ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ ആ വിവാദം ഫലത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമായ യുവജന എന്ന് പറഞ്ഞ പോലെ വിദ്യാർത്ഥി സംഘടനയായ SFI അങ്ങനെ ഇന്ന് പലതരത്തിലുള്ള പ്രതിഷേധം എത്തുന്നു. SFI ഗാന്ധിജിയെ പിടിച്ചുകൊണ്ടാണ് ഫലത്തിൽ പ്രതിഷേധവുമായി എത്തുന്നത്. എന്തായാലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ, അതായത് രാജ്ഭവനിൽ ഭാരതാംബയുടെ RSSൻ്റെ ഭാരതാംബയുടെ ചിത്രം അനുവദിക്കില്ല എന്ന നിലപാടാണ്. സിംഹവും ഒപ്പം തന്നെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം അനുവദിക്കില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഗവർണറുടെ കാലത്തും ആരിഫ് മുഹമ്മദ് ഖാനും SFIയും തമ്മിൽ വലിയ പോരുണ്ടായിരുന്നു. അത് ഇതുപോലെ ഭാരതാംബയൊന്നും അല്ലായിരുന്നു വിഷയം എന്നുള്ളതും അറിയാം. പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അയാൾ സംഘീയ ഗവർണറാണ് എന്ന ആരോപണം. എന്തായാലും ഇത്തവണത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ പത്തരമാറ്റ് സംഘീയ ഗവർണർ തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അയാൾ RSS നേതാവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൂടിയാണ് അദ്ദേഹം അവിടെ രാജ്ഭവനിൽ, അദ്ദേഹത്തിൻ്റെ വസതിയായ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചിരിക്കുന്നത്. വൈകുന്നേരം ഉണ്ടായൊരു പ്രതിഷേധം ഇതാണ്: ഭാരതാംബയുടെ ചിത്രം മാറ്റുമെന്ന് ഗവർണർ അറിയിച്ചു, പക്ഷെ അത് മാറ്റിയിട്ടില്ല എന്നുള്ളത്. ഫലത്തിൽ സത്യപ്രതിജ്ഞ പോലുള്ള ചടങ്ങുകളിലാണ്, നിലവിളക്കൊക്കെ കൊളുത്തേണ്ട ചടങ്ങുകളിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കും എന്നതാണ് ഗവർണറുടെ ഉദ്യോഗസ്ഥർ അറിയിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. പക്ഷെ ഭാരതാംബയെ അവിടുന്ന് ഇറക്കി വിട്ടേ അടങ്ങൂ എന്ന ഒരു നിലപാടിലാണ് SFI ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ വിവാദത്തിൽ ആരുടെ ഭാഗത്താണ് ശരി എന്നതാണ് ഒരു പരിധിവരെ. ഇപ്പോൾ ഒരു പൊതുപരിപാടികൾ, സത്യപ്രതിജ്ഞ പോലുള്ള ചടങ്ങുകളിൽ RSS കൊടി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ വേണമെങ്കിൽ, പക്ഷെ ആ കൊടി RSSൻ്റേത് എന്ന നിലയിലല്ല. ഇന്ത്യയുടെ ഒരു ആധ്യാത്മിക പരമ്പര കാവി പോലുള്ള സന്യാസ പരമ്പരയിൽ, ആത്മീയ പരമ്പരയിൽ ഉൾപ്പെട്ട ഒരു സങ്കല്പമാണ്. ആ നിലയിലാണ് ഭാരതാംബ എന്ന സങ്കല്പം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിനെ വിശ്വസിക്കുന്നവർ ആ നിലയിൽ അതിനെ അവതരിപ്പിക്കുകയും അതിനെ വിശ്വസിക്കുകയും അതിനെ പ്രാർത്ഥിക്കുകയും അതിൻ്റെ മുന്നിൽ പൂജകൾ അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് ഗവർണറെ പോലെയുള്ള RSSകാരെ സംബന്ധിച്ച് അവർക്ക് ഭാരതാംബ എന്നത് ഒരു ദൈവത്തെ പോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ CPI ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുപരിപാടികളിൽ RSSൻ്റെ ഭാരതാംബ വേണോ എന്ന ചോദ്യത്തിന് അതിന് മറ്റൊരു അഭിപ്രായം പറയാൻ കഴിയുന്നത്, അങ്ങനെ ഒരു നിശ്ചിത ഭാരതാംബ എന്ന സങ്കല്പമില്ല. അതായത് കാവിക്കൊടി ഏന്തിയത് ഉണ്ട്, ത്രിവർണ്ണ പതാക ഏന്തിയതുണ്ട്. ഇപ്പോൾ ത്രിവർണ്ണ പതാക തന്നെ CPI കോട്ടയത്ത് അവരുടെ സമ്മേളന പോസ്റ്ററിൽ നിന്ന് അടിച്ചിട്ട് അത് പിൻവാങ്ങേണ്ടി വന്നു. കാരണം അങ്ങനെ തോന്നിയ പോലെ എല്ലായിടത്തും ത്രിവർണ്ണ പതാക, നമ്മുടെ ദേശീയ പതാക ഉപയോഗിക്കാൻ പറ്റില്ല. ഫ്ലാഗ് കോഡും മറ്റും നിലവിലുണ്ട്. അതല്ലാതെ തോന്നിയ പോലെ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ദേശീയ പതാക ഉയർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദേശീയ പതാകയിലെ ഭാരതാംബ എന്നുള്ള സങ്കല്പം അത് ഫലത്തിൽ നടപ്പാകുന്നതല്ല. അതങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് CPI തന്നെ ആ ഒരു ഭാരതാംബയെ പിൻവലിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ SFI അങ്ങനെ ശക്തമായി നിൽക്കുകയാണ്. ഗവർണറുടെ ഭാരതാംബ, അത് RSSൻ്റെ ഭാരതാംബ, അത് പറ്റില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ SFIക്കാർ ഒരു വിവാദം ഉണ്ടാക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് തുറന്ന് തന്നെ പറയാം. കാരണം ഗവർണർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ, അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഒരു ചടങ്ങിലല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭിത്തിയിൽ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നതിന് SFIക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ദൈവത്തെ പോലെ കാണുന്ന ഒന്നാണ് ഭാരതാംബ എന്ന സങ്കല്പം. അതിനു മുന്നിൽ വിളക്ക് വെക്കുകയും പൂവിടുകയും ഒക്കെ ചെയ്തുകൊണ്ട് പൂജിക്കുന്ന സങ്കല്പത്തിലാണ് ഗവർണറുള്ളത്. ഗവർണർക്ക് ഗവർണറുടെ വിശ്വാസങ്ങൾ കൊണ്ടുപോകാൻ അധികാരമില്ലേ എന്നതാണ് ചോദ്യം. SFI അവിടെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ, ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ഒരു പരിപാടിയിൽ, ഒരു സർവകലാശാല പരിപാടിയിലാണ് ഇത് വെക്കുന്നതെങ്കിൽ SFIയുടെ പ്രതിഷേധത്തിന് അർത്ഥമുണ്ട്. പക്ഷേ ഗവർണറുടെ വീട്ടിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ചിത്രം വെക്കുന്നു. ഇപ്പോൾ ഗുരുജി ഗോൾവൾക്കറിൻ്റെയും ഒപ്പം തന്നെ ഹെഡ്ഗേവാറിൻ്റെ ഒക്കെ ചിത്രം വെച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു കൈരളിയുടെ ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഗവർണർക്ക് അവരെ വിശ്വാസമാണ്, ഗവർണർക്ക് അവരെ ഇഷ്ടമാണ്, ഗവർണർ അവരെ ആദരിക്കുന്നു. മാത്രമല്ല RSS അവരെ ആദരിക്കുന്നു. RSS എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രസ്ഥാനം എന്ന് തന്നെ നമുക്ക് ചുരുക്കത്തിൽ പറയാം. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഗവർണർ, ആ പ്രസ്ഥാനത്തിൽ പെട്ട ഒരാളുള്ള ഗവർണർ ഒരു സർക്കാർ പരിപാടിയിലല്ലാതെ, ശരിയാണ് ഔദ്യോഗിക വസതിയാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസതി കൂടി ഫലത്തിൽ അത് തന്നെ ആവുകയാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹം താമസിക്കുന്നിടത്ത് ഭാരതാംബയെ വെക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപുരുഷന്മാരെ, അദ്ദേഹത്തെ കാണുന്ന ആരെയാണെങ്കിലും വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശുദ്ധ ഭോഷ്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ എന്തിനാണ് SFI ഇങ്ങനൊരു വിവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, SFI ഒരു സമര പ്രാക്ടീസ് നടത്തുന്നു എന്ന് മാത്രമേ അതിൽ കാണാൻ കഴിയുകയുള്ളൂ. കാരണം SFIക്ക് ഇപ്പോൾ സമരം ചെയ്യാൻ പറ്റില്ല. സർക്കാരിനെതിരെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ തോന്നിവാസം നടത്തിയാലും SFI പേരിനൊരു സമരം എവിടെയെങ്കിലുമൊക്കെ നടത്തി പോകുന്നു എന്നുള്ളതല്ലാതെ SFI എന്ന് പറയുന്ന ഒരു സംഘടന ഫലത്തിൽ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന സമരമൊക്കെ മറന്നുപോകില്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ സമര സംഘടനകളായി പ്രവർത്തിച്ചവരാണ് SFIയും DYFI ഒക്കെ. പക്ഷേ അവർക്ക് ആ സമരങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം ഫലത്തിൽ കിട്ടുന്നില്ല. അവസരം ഇല്ലാഞ്ഞിട്ടോ കേരളത്തിൽ അത്തരം നീതികേടില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷെ ഭരിക്കുന്നത് അവരുടെ സർക്കാർ തന്നെയാണ്, CPM സർക്കാരാണ്. അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് സമരം ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന അവസരം എല്ലാം ഗവർണർക്കെതിരെ ഒരു പ്രാക്ടീസാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. യുടെ നേതൃത്വത്തിൽ അങ്ങ് കോഴിക്കോട് സർവകലാശാല ആസ്ഥാനത്ത് നടന്ന അഭ്യാസങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയൊക്കെ നടന്നത് കണ്ടല്ലേ? അതിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ആരിഫ് മുഹമ്മദ് ഖാനെ എന്താ പറയുക, വെട്ടും നുറുക്കും ഭീഷണി അത് ഇതൊക്കെ ആയിരുന്നു. എവിടെ എന്ത് നടക്കാൻ? അദ്ദേഹം കോഴിക്കോട് മിഠായി തെരുവിലടക്കം നടന്നുകൊണ്ട് വളരെ ഈസിയായി നടക്കുന്ന കാഴ്ചയൊക്കെ അന്ന് കണ്ടതാണ്. അപ്പോൾ ഗവർണറെ എതിർക്കുന്നവർ അത് വേറൊരു വിഷയമാണ്. ആ വിഷയത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമര പ്രാക്ടീസ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഒരു സംഘടിത മതവിഭാഗങ്ങളെ RSSനെ എതിർത്താൽ അവരിൽ നിന്ന് വോട്ട് കിട്ടുമെന്ന് വളരെ കൃത്യമായി അറിയുന്നവരാണ് CPM. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് നിലമ്പൂർ പോലുള്ള തെരഞ്ഞെടുപ്പ് 1, 2 RSSനെയും സംഘപരിവാറിനെയും ഏറ്റവും ശക്തമായി എതിർക്കുന്നവർക്കാണ് കേരളത്തിൽ സംഘടിതമായ ചില മതവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങളൊക്കെ കാര്യമായി നിന്ന് വോട്ട് ചെയ്യാറുണ്ട്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആ വോട്ട് കാര്യമായി ലഭിച്ചാണ് ഇവിടെ അധികാരത്തിലെത്തിയത് അവർ എന്നുള്ളത് RSS SFIക്ക് മാത്രമല്ല CPMനും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ RSSനെ ഒന്ന് സ്ട്രോങ് ആയി എതിർക്കുക എന്നുള്ളത് അവരുടെ CPMൻ്റെ പ്രഖ്യാപിത അജണ്ടയാണ്. അപ്പോൾ ഭാരതമാതാവ്, അത് ഭാരതാംബ എന്ന സങ്കല്പം, ഭാരതമാതാവ് എന്നതാണ് ഇന്ത്യയിലെ മനുഷ്യരെല്ലാവരും കാണുന്നത്. ആ നിലയിലാണ് ഭാരത മാതാവിനെ സംബന്ധിച്ചുള്ള കവിതകളും ശ്ലോകങ്ങളും ഇതെല്ലാം ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇവർക്ക് അതിലെന്തോ ഒരു ഹാലിളകും എന്നുള്ളതാണ്. അപ്പോൾ കാവിക്കൊടി അല്ലെങ്കിലും ഇനി അല്ലാതൊരു സങ്കല്പത്തിൽ ഭാരതമാതാവ് എന്നൊരു ചിത്രം അവരെവിടെ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഒരു സങ്കല്പമേ ഫലത്തിൽ ഇപ്പോൾ സൗകര്യത്തിന് ഉപയോഗിക്കുന്നു എന്നെങ്കിൽ പോലും ഇടത് സംഘടനകൾക്ക് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവർക്ക് ഹാലിളകുന്നു. അപ്പോൾ അതിന് ഈ ലക്ഷ്യങ്ങളൊക്കെയാണുള്ളത്. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്? അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ അത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.